നിങ്ങൾക്ക് തന്ന ആ കുഞ്ഞിന്റെ അമ്മയാരാണെന്ന് അറിയണ്ടേ? അർച്ചനയാ. സുധിക്ക് അർച്ചനയിലുണ്ടായ കുഞ്ഞാണ് തന്റെ കയ്യിലെന്ന് നിരഞ്ജന അറിയുന്നു. അവന് നല്ല ഉറക്കം വരുന്നുണ്ട്. സുധി കുഞ്ഞുമായി കൂടുതൽ അടുത്തിടപഴകുന്നത് നിരഞ്ജനയ്ക്ക് ഇഷ്ടമാകുന്നില്ല. അവൻ എന്റെ തോളിൽ കിടക്കട്ടെ. എല്ലാം മറന്നു കളയരുത്. രാജപ്പന് അർച്ചനയോടുള്ള സമീപനം തെറ്റായിരുന്നുവെന്ന് അശോകൻ. രാത്രി മഴ തുടരുന്നു. ചേവള അവളെ കൊണ്ടുവരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവളുടെ സ്ഥിതി? അതിന്റെ പാപം അനുഭവിക്കാതെ ഭൂമിയിൽ നിന്ന് പോവാൻ ആശാന് പറ്റുമോ? 2 പെമ്മക്കളാണ് ആശാനുള്ളത്. എന്തോ ഭാഗ്യത്തിന് അർച്ചന രക്ഷപ്പെട്ടു. അവിടം കൊണ്ടൊന്നും തീർന്നില്ല. ചേവള വീണ്ടും വരും. അവന്റെ വർഷാവ് പൊഴിപ്പിക്കാൻ സ്ഥലമുടമ രംഗത്ത് വന്നിട്ടാ അവൻ പോയത്. മുത്തു എന്നോടത് പറഞ്ഞു. ആ പ്രശ്നമൊന്നും ഒതുങ്ങിയ ചേവള വരും. ആശ അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചതുപോലെ അവനും അർച്ചനെ വെച്ച് തെലുങ്കൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അർച്ചന ആശാന്റെ വീട്ടിലുള്ള കാര്യം എന്നേ ചേവള അറിഞ്ഞു കഴിഞ്ഞു. ഇനിയൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ആശാൻ നേരിടാൻ പോണത് ചേവളയെ കൊണ്ടുള്ള ഉപദ്രവ. അവൻ വരട്ടടാ. കാർത്തിയാനിക്ക് സംരക്ഷണം കൊടുത്തത് അവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി വന്നാലേ അവൻ ജീവനോടെ റോസ്മല വിട്ടു പോവില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേടാ, ഞാനായിട്ടുണ്ടാക്കി വച്ചതിനൊക്കെ ഞാൻ തന്നെ പരിഹാരവും കാണും. അത് പക്ഷേ 2 പേരുടെ മരണം കൊണ്ടേ തീരൂ. എൻ്റെ മക്കൾക്ക് ഇനിയൊരു ഭീഷണി ഉണ്ടാവരുത്. അതിന് ഞാൻ എൻ്റെ ജീവിതം തന്നെ വേണ്ടെന്ന് വയ്ക്കും. മതി ആശാനെ. അമ്മേ, വരൂ അമ്മേ. യാത്രയൊക്കെ സുഖമായിരുന്നു അച്ഛാ? എവിടെ എന്റെ കൊച്ചുമോൻ? അവനകത്തുണ്ട്. അമ്മ വാ വാ. അഴകേഷ് ഒരു കാര്യം ചെയ്യ്, ബാഗൊക്കെ എടുത്ത് അകത്തുകൊണ്ട് വെക്കാം. ശരി. എത്ര ദിവസമായിടാ നിന്നെ ഒന്ന് കണ്ടിട്ട്? ഇനി കാണുന്നത് 1.5 വർഷം കഴിഞ്ഞല്ലേ? മേളിലോട്ട് വെച്ചോ, ഞാനും വരാം. ചായ എടുത്തിട്ട് വരാം അമ്മേ. അച്ഛൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജയന്തിക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. അവിടെ ഒരു കാര്യം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കടമയായി ഞാൻ കാണുന്നു. എനിക്കിവിടെ പിണക്കാൻ പറ്റില്ല. പ്രായമായി വരികയല്ലേ. ഒരു സഹായത്തിന് എനിക്ക് വേറെ ആരാ ഉള്ളത്? അത് ശരിയാ. പറയുന്നതൊക്കെ കേൾക്കുന്ന ഒരാൾ കൂടെ വേണം. ആണും പെണ്ണും കെട്ടവനായി വിശ്വാസം ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട ആവശ്യം എനിക്കില്ല. വിശുട്ട പ്ലീസ്, നല്ലൊരു കാര്യത്തിനാ നമ്മൾ വന്നത്. നമ്മളല്ല, നീ. ഞാൻ നിനക്ക് കൂട്ടുവന്നവനും. എവിടെയാ നീ എനിക്ക് മുറി അറേഞ്ച് ചെയ്തിരിക്കുന്നേ? അതോ ഞാൻ വല്ല ഹോട്ടലിലും പോണോ? അച്ഛാ, ചായ. അമ്മേ, അച്ഛനും അമ്മയ്ക്കും മുകളിലെ മുറി. മോനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ അവനെ എടുത്തോണ്ട് വരാം. നല്ല ഉറക്കാ. വേണ്ട, ഞാൻ ചെന്ന് കണ്ടോളാം. ആ, എത്ര മണിക്കാ ചടങ്ങ്? അങ്ങനെ സമയമൊന്നും നോക്കിയില്ല അമ്മേ. ഉണ്ണിത്ത സാറും ഭാഗ്യം വരില്ലേ? അറിയില്ല, അമ്മയൊന്നും പറഞ്ഞില്ല ഇതുവരെ. അച്ഛനെന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛനില്ലാതെ അമ്മ വരില്ലെന്നും എനിക്കറിയാം. പുറപ്പെട്ടോന്നറിയാൻ രാവിലെ വിളിച്ചില്ലേ? ഇല്ല. നാണം കെട്ട് ഒരു നാടകം കാണാൻ അഭിമാനമുള്ള ആരെങ്കിലും വരുമോ? പ്ലീസ്. അഭിമാനം പണയപ്പെടുത്തി ഇങ്ങോട്ടേക്ക് ആരും വരേണ്ടിയിരുന്നില്ല. വേണ്ട സുധി, ഇത് നമ്മുടെ ആവശ്യമാ. അച്ഛനും അമ്മയും വന്നത് നമ്മളൊരു ഭാഗ്യമായിട്ട് കരുതണം. വിശ്വട്ടിന്റെ മനസ്സ് നിങ്ങൾ ദയവായി ഒന്ന് മനസ്സിലാക്കണം. എന്റെ നിർബന്ധം കൊണ്ടൊന്നും അല്ല വന്നത്. അതിന് വഴങ്ങിത്തരുന്ന ആളുമല്ല. മോനെ, അച്ഛൻ കീഴടങ്ങി കാണാൻ ഒരു മകനും ആഗ്രഹിക്കരുത്. അമ്മയ്ക്കത് സഹിക്കാനാവില്ല. ഞാൻ മോനെ ഒന്ന് കാണട്ടെ. ഞാൻ വരാമേ.
അച്ഛൻ കീഴടങ്ങരുതെന്ന്. ചടങ്ങൊന്ന് കഴിയട്ടെ. എടാ മോനെ, കണ്ടു കൊതി തീരും മുമ്പ് അച്ഛമ്മയുടെ അടുത്തുനിന്ന് പോന്നില്ലേടാ? എത്ര ദിവസമായി കൊതിക്കുന്നെന്നോ നിന്നെ ഒന്ന് കാണാൻ. മോനെ കാണാൻ അച്ചച്ചൻ വന്നിട്ടുണ്ടടാ. ആ. മോനെ ഡോക്ടറെ കാണിച്ച മോളെ? ഒരു വട്ടം കൊണ്ടുപോയായിരുന്നമ്മ. ആ, അല്ല വാശി പിടിച്ചുള്ള കരച്ചിലുണ്ടോ? വയറിന് അസുഖമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. പിന്നെ കരച്ചിൽ ഇടയ്ക്കിടയ്ക്ക് കാണും. രാത്രിയാ കൂടുതൽ കരയുന്നേ. എന്താടാ? അതിവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടാ. ഇത്രയും ദിവസമായില്ലേ, ഇനി ശരിയായിക്കോളും. ആദ്യം ഞാനും ഒന്ന് പേടിച്ചതാ. മുലപ്പാലില്ലാതെ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് നിസ്സാര കാര്യമാണോ? അവനിപ്പോ അതൊക്കെ മറന്നമ്മേ. ഇവനെ കണ്ട സുധിയുടെ മോനെ പോലെ തന്നെയാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അമ്മാളുവിന്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ പോകുന്നു കേട്ടപ്പോ ആ കുഞ്ഞ് നിങ്ങൾക്ക് ചേരുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അമ്മാളൊരു തമിഴത്തി പെണ്ണാ. കുഞ്ഞിന്റെ അച്ഛൻ വർമ്മസാറിന്റെ മോനാണെങ്കിലും കുഞ്ഞിന് ആരുടെ ചായ വരുമെന്ന് അറിയില്ലല്ലോ. ഒരു കുഞ്ഞിനെ കിട്ടിയോണ്ട് മാത്രമായില്ല, വളർന്നു വരുമ്പോ അച്ഛനമ്മമാർക്ക് ചേരുന്നത് കൂടി ആവണ്ടേ. ഇവനെ നീ എന്റെ കൈ തന്നപ്പോ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കുഞ്ഞിലുള്ള സുധിയുടെ മുഖം ഞാൻ ഓർത്തുപോയി. എനിക്ക് ഇവൻ അന്യനല്ല, ദൈവം തന്നതാ നമുക്ക്. അമ്മ പറഞ്ഞത് സത്യവാ. മറ്റാരുടെ കയ്യിലും പോവാതെ ദൈവം കൃത്യമായി നമ്മുടെ കയ്യിൽ തന്നെ ഇവനെ എത്തിച്ചു. കുഞ്ഞിനെ കുറിച്ച് ഫൈസി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അച്ഛൻ ഫൈസിയോട് അന്വേഷിച്ചില്ലേ? അച്ഛൻ അങ്ങനെ വിട്ടുകളയുന്ന ആളല്ലല്ലോ. അമ്മയ്ക്കറിയാലോ, വർമ്മസാറിന്റെ മകനായോണ്ടാ അമ്മാളുവിന്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ അച്ഛൻ മൗനാനുവാദം തന്നത്. ഇവനെ കുറിച്ച് കൂടുതലൊന്നും അറിയാൻ വിശ്വട്ടെ ശ്രമിച്ചിട്ടില്ല. ഫൈസിയോട് ഈ കാര്യം ചോദിച്ചിട്ട് കൂടിയില്ല. ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്ന് വിശ്വട്ടൻ അറിയാം. കുഞ്ഞിന്റെ പിതൃത്വം ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇവനെ കണ്ടാലറിയാം അച്ഛൻ ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ച ആളാണെന്ന്. അതേ മോളെ, അമ്മയും മോശക്കാരിയൊന്നും ആവില്ല. അവൾക്ക് എങ്ങനെയോ സംഭവിച്ചു പോയൊരു തെറ്റാവണം. അവളുടെ തെറ്റ് നമുക്ക് ശരിയായി. മോന്റെ കാര്യത്തിൽ നമ്മൾ അത്രയും കരുതിയാൽ മതി. പിന്നെ അച്ഛൻ വരുമെന്ന് ഞാൻ കരുതിയതല്ല. അച്ഛൻ അങ്ങനെ ഒരു മനസ്സുണ്ടായല്ലോ. അമ്മാളുവിന്റെ കുഞ്ഞിന്റെ മരണത്തിൽ ഞാൻ അച്ഛനെ സംശയിച്ചത് എനിക്ക് വിഷമമുണ്ട്. വിശ്വേട്ടന്റെ തീരുമാനങ്ങളിൽ തെറ്റും ശരിയും ഉണ്ടാവാം. പക്ഷേ സുധിയുടെ നന്മ മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളൂ. മോൾ അത് മനസ്സിലാക്കണം. ഞാനല്ലാതെ മറ്റാരാമ്മേ അത് മനസ്സിലാക്കേണ്ടത്? ഓ ഓ ഓ ഓ ആ അമ്മ കുറിച്ച് ഫ്രഷ് ആവാ. 10 മണിക്ക് മുമ്പേ നമുക്ക് ഇവന്റെ നൂലിട്ട് ചടങ്ങ് നടത്താം. മോനെ മോനെ നോയിക്കോ. കുഞ്ഞാവേ, നിന്റെ അച്ഛമ്മ പറഞ്ഞേ കേട്ടില്ലേ? നിന്റെ അച്ഛനെ പോലെ നീയെന്ന്. നീ ആരാണെന്ന് അമ്മയ്ക്കും മോനുമല്ലേ അറിയൂ. ഓ ബാബാ ഓ മോളെ, മോൾ ഈ വേഷമൊക്കെ ഒന്ന് മാറ്. ഞാൻ ചോറെടുത്ത് വെക്കാം. കുറച്ച് കഴിയട്ടെ. ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് ഈ മറുപടിയേ ഉള്ളൂ. ഇതുവരെയായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. സമയം എത്രയായെന്നോ? അസുഖം വരുത്തി വെക്കല്ലേ മോളെ. എന്റെ മോനിപ്പോ പാല് കിട്ടാതെ വിശന്ന് കരയുന്നുണ്ടാവും. അവന്റെ കരച്ചിലടക്കാൻ എനിക്കല്ലാതെ പിന്നെ ആർക്ക് കഴിയും? മുലപ്പാലിന് പകരം അവരവന് മറ്റെന്തെങ്കിലും കലക്കി കൊടുക്കുന്നുണ്ടാവും. കരച്ചിൽ തന്നെയാവും. അവനതൊന്നും കുടിക്കില്ല. അവന്റെ കരച്ചിൽ എന്റെ കാതിൽ കേൾക്കുന്നുണ്ട്. പാല് കിട്ടിയില്ലെങ്കിൽ ഉറക്ക കരയും.
കരഞ്ഞ് കരഞ്ഞ് എന്റെ മോൻ തളർന്നിട്ടുണ്ടാവും. അതൊക്കെ ഓർത്തു നിൽക്കാതെ നീ കേറി വാ മോളെ. നിന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? പറഞ്ഞാ കേക്കണ്ടേ? ഈ നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. വാ അച്ചുവേച്ചി. കുളിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് മണിക്കൂറുകളായി. ഞാൻ പറഞ്ഞാലൊന്നും കേക്കില്ല. ഇങ്ങനെ പോയാൽ വല്ല അസുഖവും പിടിക്കും. അച്ചുവേച്ചി വാ. എന്റെ മോൻ വിശന്ന് കരയുമ്പോ എനിക്കൊന്നിനും വയ്യ മോളെ. വാ അച്ചുവേച്ചി വാ. ചേച്ചി മുറ്റത്തേക്കൊന്നും വിടല്ലേ അമ്മേ? ഞാൻ വിടുന്നതാണോ? പ്രസവരക്ഷയെന്ന് വെച്ചാ എന്താ? അത് വല്ലതും നടക്കുന്നുണ്ടോ? പെറ്റണീറ്റ് അന്നു മുതലുള്ള ഓട്ടമല്ലേ. ഒടുക്കം വല്ല മാറാരോഗം പിടിക്കും. ദാ എടുത്തോ. വാ 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 വാ. ഡാ, അച്ഛൻ എവിടെ അമ്മേ? വിശുട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ, ഇടയ്ക്ക് അകത്ത് കയറി പോയതാ. ഞാൻ വിളിച്ചിട്ട് വരാം. ആ, അമ്മയുടെ മോൻ എവിടെ ഇരിക്കുന്നേ? ചക്രക്കുട്ട നൂല് കെട്ടാൻ പോവാണോടാ? എന്താ നീ നോക്കുന്നേ? ആരെയാടാ നോക്കുന്നേ? വിശുട്ട, ചടങ്ങ് തുടങ്ങാറായി. വിശുട്ടൊന്ന് താഴേക്ക് വരൂ. ഞാൻ ചടങ്ങിന് പങ്കുകൊള്ളാൻ വന്നതല്ല. എന്താ വിശുട്ട ഇങ്ങനെ? എന്റെ സ്വഭാവവും തീരുമാനമൊന്നും ഇവിടെ വന്നെന്ന് വെച്ച് മാറാൻ പോകുന്നില്ല. ദേ, സുധി നിരഞ്ജനെ മാത്രല്ല ഈ വീട്ടിലുള്ളത്. 2 ജോലിക്കാർ കൂടി ഉണ്ട്. വിശുട്ട മാറി നിന്ന് അവരെന്ത് കരുതും? എന്ത് കരുതിയാലും എനിക്കൊന്നുമില്ല. പിന്നെ എന്തിനാ വിശുട്ട എന്റെ കൂടെ വന്നത്? നല്ലൊരു ദിവസമായിട്ട് അവരെ അപമാനിക്കണോ? ദേ, കുഞ്ഞിനെ മടി വെച്ച് വിശുവേട്ടൻ വരുന്നതും കാത്തിരിക്കുക അവര്. അവിടെ മോണിക്കുട്ടിയും അഴകേശനും ഒക്കെ ഉണ്ട്. ഒന്ന് വാ വിശുവേട്ടാ, പ്ലീസ് ഒന്ന് വാ വിശുവേട്ടാ. ഇനി ചടങ്ങ് തുടങ്ങാം മോളെ. ആ ശരി അമ്മ. അച്ഛമ്മയുടെ പൊന്നെ. ആഹാ, സരി 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 മപ മപ മരി സരി 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 മപ സരി 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 മപ മപ മരി സരി 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 മപ റിമ പദ പമ റിമ പദ റിമ പദ മപദ സദ പമ പദ സ മപദ. കഴിഞ്ഞൂടാ കുട്ടാ. ഓ, വാ മോനെ വാ. അച്ഛമ്മയുടെ പൊന്നുമോൻ വാ. ആഹാ ആഹാ പൊന്നെ. എല്ലാം കിട്ടിയെന്ന് ഉറപ്പാണോ അഴകേച്ച? കിടച്ചിരിക്ക് സാർ. ആ, ഒരു ഫോട്ടോ കൂടി ഓ എടുക്കണം. ഓ ഓ. ആഹാ, അച്ഛമ്മയുടെ പൊന്നെ നോക്ക്. ഇങ്ങനെ ഈ വരയ്ക്ക് പുറത്ത് പോവാതെ കണ്ട. ഇനി മോള് വരച്ചു. വിശ്വനാഥൻ സാറും ഭാര്യയും മൂന്നാറിലുണ്ട്. ഇന്ന് കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങായിരുന്നു. സുധി എന്നോട് പറഞ്ഞിരുന്നു. വിശ്വനാഥൻ സാറ് കൂടി സഹകരിച്ചതോടെ നിരഞ്ജന കൂടുതൽ സേഫായി. അവൾ ശത്രുവിനെ പോലെ കരുതിയിരുന്ന ആളല്ലേ വിശ്വനാഥൻ സാർ. ഇതുവരെ അർച്ചനയുടെ ഭാഗത്തു നിന്നും കടുത്ത നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
വിധി അവൾ അംഗീകരിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് അർച്ചനയെ ചെന്നൊന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. എന്തിന്? കുഞ്ഞ് സുധിയുടെ കൂടെ ഉണ്ടെന്ന് പറയാനോ? അങ്ങനെ പറയാൻ പറ്റൂ? ഫൈസി അതും ചെയ്തെന്ന് വരും. നിരഞ്ജനയോട് ചെന്ന് നടത്തിയ വെളിപ്പെടുത്തൽ പോലെ ആവില്ല ഇത്. ഇപ്പൊ പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് ഫൈസി. ഇനി ഒന്നിനും പോവരുതെന്ന് വീട്ടുകാർ അർച്ചനയെ ഉപദേശിച്ചു കാണും. സത്യാഗ്രഹം ഇരിക്കാന്നൊക്കെ പറയാമെങ്കിലും അതിന് തുനിയാനൊന്നും പറ്റില്ല. ഒതുങ്ങിക്കൂടി കഴിയുന്ന കുടുംബം അത്. വിവാഹപ്രായമായ 2 പെൺകുട്ടികളും ഉണ്ട്. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവരവളെ പറഞ്ഞു വിടില്ല. പിന്നെ അർച്ചനയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ കുഞ്ഞിനൊരച്ഛനില്ലല്ലോ. സമൂഹത്തിന് മുന്നിൽ നാണം കെട്ട് പോകുന്നത് ആ കുടുംബമാ. വരും വരായികകൾ അവർക്ക് നന്നായിട്ടറിയാം. എന്നോട് പറയാതെ ഫൈസീനെ ഒന്നും ചെയ്യരുത്. അർച്ചനയെ കണ്ട് ആശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഒരു പൊല്ലാപ്പിന് പോവല്ലേ ഫൈസി? சார் ഉണ്ണിത്താൻ സാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടോ? சார் இங்கே வந்து 3 வருஷத்துக்கு மேலே ஆகுது. ஆனால் நிறைய கெஸ்ட்டுங்க வராங்க. எல்லாரும் சாரோட ஃப்ரெண்ட்ஸுங்க. மாசத்துல 2-3 கெஸ்ட்டுங்க வராங்க. எல்லாரும் ஃபேமிலியோட தான் வருவாங்க. ഉണ്ണിത്താൻ സാർ ഈ ബംഗ്ലാവ് വാങ്ങിയിട്ട് എത്ര കാലമായി? அதெல்லாம் சரியா எனக்கு தெரியாது சார். என்னோட அப்பாவும் இங்கே வாட்ச்மேனாக வேலை பார்த்துருக்காரு. சாய்ப்போட கையிலிருந்து தான் இந்த பங்களாவையும் தோட்டத்தையும் சாரோட அப்பா வாங்கினாரு. 10-20 வருஷத்துக்கு முன்னாடி இந்த இடம் மொத்தமும் காடாயிருந்தது. உன்னித்தான் சாருக்கு ஒரு தங்கச்சி இருக்காங்கல்ல, இந்த பங்களா அந்த தங்கச்சி பேரில் தான் இருந்துச்சு. അവരുടെ പേരറിയാമോ? தெரியாது சார். நான் அவங்கள பார்த்ததில்லை. அவங்க இறந்துட்டாங்க. தங்கச்சி இறந்ததுக்கு அப்புறம் தான் உன்னித்தான் சார் இந்த பங்களாவை ஏற்றுக்கிட்டு புதுப்பிச்சது. ഉണ്ണിത്താൻ സാറിന് എത്ര പെങ്ങന്മാരുണ്ടെന്ന് അഴകച്ചൻ അറിയാമോ? ஒரே தங்கச்சி மட்டும் இருந்ததா தான் எங்கள் அப்பா சொல்லியிருக்காரு. എന്തൊരു തണുപ്പാ. കഴിച്ചിട്ട് കിടക്കാം വിശ്വട്ടാ. മണി 7 ആയിട്ടുള്ളൂ. ജയന്തി വയ്ക്കോ? മോനെ കണ്ടിട്ട് കൊതി തീർന്നില്ല. 2 ദിവസം കൂടി അവന്റെ കൂടെ നിന്നിട്ട് പോയാ പോരെ? എങ്കിലത് രാവിലെ പറയാമായിരുന്നില്ലേ? ഞാനങ്ങ് പോയാനല്ലോ. ഈ കോമഡി ഷോ കാണേണ്ട കാര്യമൊന്നും എനിക്കില്ല. ജയന്തി 1-2 ദിവസം കഴിഞ്ഞു വാ, ഞാൻ രാവിലെ പോയേക്കാം. വിശ്വേട്ടൻ നമ്മുടെ കുഞ്ഞിനെ ഇതുവരെ ഒന്ന് നേരെ നോക്കിയിട്ട് പോലുമില്ല. മതി. പറഞ്ഞു വരുന്നത് സുധി ഈ പ്രായത്തിൽ ഇങ്ങനെ ആയിരുന്നു എന്നല്ലേ? ഓ, അത് തന്നെയാ. എന്തൊരു സ്വഭാവമായത്. ആ പിന്നെ വിശ്വേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന് നിരഞ്ജന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. വിശ്വേട്ടന്റെ വരവോടെ ഒരു തെറ്റിദ്ധാരണ നീങ്ങി. അമ്മാളുവിന്റെ കുഞ്ഞിന്റെ മരണത്തിൽ വിശ്വേട്ടൻ നിരപരാധിയാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് വേണ്ട. എങ്കിൽ പിന്നെ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വിശ്വേട്ടൻ എന്തിനാ അത് ഓർമ്മിപ്പിച്ചത്? ദേ, സുധി സിംഗപ്പൂര് പോവല്ലേ. നിരഞ്ജനയുടെ പിടിവാശികള് നമ്മളെ പലപ്പോഴും വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം നമ്മുടെ മോനു വേണ്ടിയാണെന്ന് കരുതി ക്ഷമിക്കണം. സുധി ഇവിടെ വന്നിരിക്കുകയാണോ? പിന്നെ ഞാൻ എന്തു വേണമെന്നാ നിരഞ്ജന പറയുന്നത്? അച്ഛനോട് സുധി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഊണ് കഴിക്കാനിരുന്നപ്പോഴും സുധിക്ക് മൗനമായിരുന്നു. എല്ലാം ക്ഷമിച്ച് അച്ഛൻ വന്നതല്ലേ. സുധി എന്താ അതും മനസ്സിലാക്കാത്തത്? അച്ഛനോട് വിശദമായിട്ട് സംസാരിക്കാൻ ഇരുന്നതാ ഞാൻ. ഒരനാഥ കുഞ്ഞിന്റെ നൂലുകെട്ടിന്റെ സദ്യ ഉണ്ണട്ടെന്ന് കരുതി കാത്തിരുന്നതാ. അച്ഛൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വന്നതാ. അല്ല, ദൈവം എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നതാ. ഇനി സംസാരിച്ചു തുടങ്ങാം. നിക്ക്. സുധി എന്ത് സംസാരിക്കാനാ പോകുന്നത്? ഞാൻ ഈ നെഞ്ചിലിട്ട് നീറ്റുന്നത് എന്താണെന്ന് നിരഞ്ജനയ്ക്ക് അറിയില്ലേ? അതോ അറിയാത്തതായിട്ട് ഭാവിക്കുന്നതോ? മനസ്സിലായി. എല്ലാം തുറന്നടിക്കാൻ പോവാണല്ലേ? എന്താ സംശയം?
ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു തന്നെ അതിനു വേണ്ടിയിട്ടല്ലേ? നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് അതെനിക്കൊരു ആഘോഷമാക്കണം. ആഹ്ലാദം കൊണ്ട് സുധിക്ക് മനസ്സ് നിറയ്ക്കേണ്ട ദിവസമാണെന്ന്. സുധി ഇപ്പൊ പോരുത്. അത് പറയാൻ നിരഞ്ജനയ്ക്ക് ഒരു അവകാശവുമില്ല. നിരഞ്ജന ഇത് ബാധിക്കുന്ന വിഷയവും അല്ല. ഇത് ഞങ്ങളുടെ മാത്രം കാര്യമാണ്. സുധി മാറി നിൽക്ക്. പോകരുത്. ദേ മതി വിശ്വേട്ടാ, തണുപ്പാന്ന് കരുതി എന്താ ഇത്? ഇപ്പൊ തന്നെ ഒരുപാട് കൂടുതലായി. ഇനി ഭക്ഷണം കഴിക്കാം. എഴുന്നേക്ക് വിശ്വേട്ടാ, വാ എഴുന്നേക്ക്. നിന്റെ മുഖം കണ്ടാൽ അറിയാം ഒരു വിജയിയുടെ ഭാവം. അതിൽ അച്ഛൻ എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് തീർത്തു തരാൻ പോവാ. ഇങ്ങനെയൊരു ദിവസത്തിന് വേണ്ടി ഞാനും കാത്തിരുന്നതാ. നിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയെന്ന് നീ കരുതണ്ട. എന്നെ സംബന്ധിച്ച് പടിക്ക് പുറത്ത് നടന്ന സംഭവം, അതിൽ കൂടുതൽ ഒരു വിലയും ഞാൻ കൽപ്പിച്ചിട്ടില്ല. വേണ്ട വിശ്വേട്ടാ, എന്തിനാ ഇങ്ങനൊരു സംസാരം? ഇതിൽ കൂടുതലൊന്നും ഞാനും ആഗ്രഹിച്ചിട്ടില്ല. തറവാട്ടിൽ ഒരു അനാഥ കുഞ്ഞിനെ കൊണ്ടുവന്ന് കയറ്റിയതിലൂടെ ഞാൻ എല്ലാം നേടിയെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് പിഴച്ചത് അവിടെയാ. അതിലൊന്നും തീരുന്നതല്ല സുധിക്ക് ഈ മനുഷ്യനോടുള്ള പക.